19ാമത് പുസ്തകോത്സവം കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതി സംഘടിപ്പിക്കുന്ന 19ാമത് പുസ്തകോത്സവമാണ് ജൂൺ മാസം 6-ാം തീയതി ആരംഭിക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലും പുസ്തകോത്സവങ്ങൾ ആരംഭിച്ച് പൂർത്തിയാവാൻ വേണ്ടി പോകാം. ഈ മാസം പകുതിയാകുമ്പോഴേക്ക് മറ്റ് ജില്ലകളിലും പൂർത്തിയാവും. ഏറ്റവും വലിയ പുസ്തകോത്സവം കണ്ണൂർ ജില്ലയിലാണ് നടക്കുന്നത്. അവിടെ പുതിയ പുസ്തകങ്ങൾ മാത്രമല്ല, പഴയ പുസ്തകങ്ങളും പുതിയ പുസ്തകങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന അതിവിപുലമായിട്ടുള്ള ഒരു സാംസ്കാരിക ഉത്സവമായിട്ടാണ് നമ്മൾ ഈ പരിപാടി വിഭാവനം ചെയ്തിട്ടുള്ളത്. വായനക്കാർക്ക് പുസ്തകം സ്വന്തമാക്കാനുള്ള നല്ലൊരു അവസരമായിട്ടാണ് ഇതിനെ ഞങ്ങൾ കാണുന്നത്. ലൈബ്രറി കൗൺസിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്നാണ് ആളുകളെ കൊണ്ട് പുസ്തകം വായിപ്പിക്കുക എന്നുള്ളത്. അതിൻ്റെ നിരവധി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളിലായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒട്ടേറെ ഗുണങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഓരോ പ്രദേശത്തും പുസ്തക വായനയെക്കുറിച്ച് വായനയും അതുപോലെ ഒരു ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ടാക്കുക, ആ പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ ആകെ നടക്കുന്നത്. ഇപ്പോഴും കണ്ണൂർ ജില്ലയിൽ 1176 അഫിലിയേറ്റഡ് ലൈബ്രറികളാണ് ഉള്ളത്. ഈ ലൈബ്രറികളെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പുസ്തക വായന വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി നിരന്തരമായ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഈ പുസ്തകോത്സവവും അവിടെ നടത്തുന്ന പരിപാടികളും വായന വ്യാപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ് ഈ വർഷത്തെ പരിപാടിയുടെ പ്രത്യേകത. 73 പ്രസാധകർ പങ്കെടുക്കുന്ന 146 സ്റ്റാളുകളാണ് ഈ വർഷം ഉള്ളത്. ഏകദേശം 2.5 കോടി രൂപയുടെ പുസ്തകങ്ങളാണ് ഈ വർഷം വിൽപ്പനകളോടെ നടക്കുക. ഗ്രാൻഡ്, വാർഷിക ഗ്രാൻഡ് മുഴുവൻ ഗ്രന്ഥാലയങ്ങൾക്കും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ സാംസ്കാരിക ഉത്സവം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക ഉത്സവമാക്കി മാറ്റാനാവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. 6-ാം തീയതി 3 മണിക്ക് നമ്മുടെ പുസ്തകോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, കണ്ണൂരിൻ്റെ അഭിമാനമായിട്ടുള്ള ശ്രീ എം മുകുന്ദൻ. അദ്ദേഹമാണ് നമ്മുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പ്രമുഖരായിട്ടുള്ള ജനപ്രതിനിധികളെല്ലാം ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഡോക്ടർ വി ശിവദാസൻ MP, അദ്ദേഹമാണ് ഈ സംഘാടക സമിതിയുടെ ചെയർമാൻ. അദ്ദേഹത്തിന് ഇന്ന് എത്താൻ കഴിയാത്തതുകൊണ്ടാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഇല്ലാത്തത്. അദ്ദേഹമാണ് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത്. ജനപ്രതിനിധികളെല്ലാം ഉണ്ട്. നമ്മുടെ പുസ്തക വിൽപ്പന ഔപചാരികമായി രാവിലെ 9 മണിക്ക് തന്നെ തുടങ്ങും. ഗ്രന്ഥാലയങ്ങളൊക്കെ രാവിലെ 9 മണിക്ക് തന്നെ എത്തും. ഔപചാരികമായ വിൽപ്പന ഒരു ചടങ്ങ് കൂടി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ്റെ ബഹുമാനപ്പെട്ട മേയറാണ് ആദ്യ വിൽപ്പന നടത്തുന്നത്. നമ്മുടെ MLA-മാരൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റ് ജനപ്രതിനിധികളുണ്ട്, ലൈബ്രറി കൗൺസിലിൻ്റെ പ്രതിനിധികളൊക്കെ ഉണ്ട്. അന്നത്തെ പ്രത്യേകത, അന്നത്തെ കലാപരിപാടി എന്നുള്ളത് റീഡിംഗ് തിയേറ്റർ. അതൊരു പുതിയ സങ്കേതത്തെ നമ്മൾ പരിചയപ്പെടുത്തലാണ്. നാടകത്തിൻ്റെ രംഗവായന എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഞാൻ ആദ്യം പറഞ്ഞു, പുസ്തക വായന വ്യാപിപ്പിക്കലാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറഞ്ഞു. ഇത് അതുമായി ബന്ധപ്പെട്ടതാണ്. ഇതിപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിലെ എല്ലാ ഗ്രന്ഥാലയങ്ങൾക്കും എങ്ങനെയാണ് റീഡിംഗ് തിയേറ്റർ, അതെങ്ങനെയാണ് ഗ്രന്ഥാലയത്തിൽ അവതരിപ്പിക്കേണ്ടത് എന്നതിൻ്റെ ഒരു പരിശീലനം നടത്തിക്കഴിഞ്ഞു. അതിനവർ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു കൃതി ആദ്യം തിരഞ്ഞെടുത്ത് അതൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി അത് 2-3 കഥാപാത്രങ്ങൾ അത് വായിച്ച് അവതരിപ്പിക്കുന്ന രീതിയാണ്. ആരോഹണ അവരോഹണ ക്രമത്തിൽ അത് അവതരിപ്പിക്കുന്ന രീതിയാണ്. നമ്മൾ റേഡിയോ നാടകമൊക്കെ കേൾക്കുന്നത് ശബ്ദം മാത്രമാണെങ്കിൽ ഇത് രംഗത്ത് ഇരുന്നു കൊണ്ട് അത് അവതരിപ്പിക്കുന്ന രീതിയാണ്. അതൊരു ആശയപ്രചരണത്തിനുള്ള നല്ലൊരു വേദിയായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. ആ റീഡിംഗ് തിയേറ്റർ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല മറ്റ് ജില്ലകളിലും അത് നടക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ അത് കുറേ കൂടി കാര്യക്ഷമമായി നടക്കണം. അതിലൂടെ ഉദ്ദേശിക്കുന്നത് നാടകമായാലും കഥയായാലും കവിതയായാലും ഇതൊക്കെ നാടക രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു പുതിയ സങ്കേതം എന്നുള്ള നിലക്കാണ് കണ്ണൂർ ജില്ലയിൽ നമ്മളത് പ്രത്യേകം ശ്രദ്ധ വരുത്തുന്നത്. ആ റീഡിംഗ് തിയേറ്ററിൻ്റെ ഒരു അവതരണം ഉണ്ടാവും. ഒരു 25-30 മിനിറ്റാണ് ഇതിൻ്റെ അവതരണം ഉണ്ടാവും. കണ്ണൂർ ജില്ലയിൽ നമ്മൾ മാതൃകാപരമായ ചില അവതരണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു. ജില്ലയിൽ
ഇതിൻ്റെ ഒരു അവതരണം നടക്കുന്നു. അതിന് ആളുകളൊക്കെ കാണാൻ വരുന്നൊക്കെ ഉണ്ട്. കാരണം മറ്റ് ഗ്രന്ഥാലയങ്ങളിലൊക്കെ ഇത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. സ്റ്റേറ്റ് ലെവലിൽ പരിശീലനം കിട്ടിയ നമ്മുടെ ജില്ലയിലെ റിസോഴ്സ് പേഴ്സന്മാരാണ് ആ പരിപാടി അവതരിപ്പിക്കുന്നത്. റീഡിംഗ് തിയേറ്റർ ഒരു പുതിയ സങ്കേതത്തെക്കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. 7-ാം തീയതിയും 8-ാം തീയതിയും രാവിലെ മുതൽ ഉച്ചവരെ പുസ്തക പ്രകാശനമാണ്. 7-8 തീയതികൾ പുതിയ എഴുത്തുകാരും പഴയ എഴുത്തുകാരൊക്കെ പുസ്തകങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രകാശനം, അതിൻ്റെ വേദിയായി കൂടി നമ്മുടെ പുസ്തകോത്സവങ്ങൾ മാറാറുണ്ട്. നമ്മളതിനൊരു ക്രമപ്പെടുത്തിയിട്ടുണ്ട്. 7-8 തീയതികൾ രാവിലെ മുതൽ ഉച്ചവരെയുള്ള സമയത്താണ് പുസ്തക പ്രകാശനങ്ങൾ നടക്കുന്നത്. 2-ാം ദിവസം നമ്മുടെ ഉച്ചയ്ക്ക് ശേഷം, 1-ാം ദിവസം ഉദ്ഘാടനം എന്നുള്ളത് 3 മണിക്കാണ് 6-ാം തീയതി. 2-ാം തീയതി 7-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് പരിപാടി. സെമിനാറാണ് സർഗാത്മക സ്വാതന്ത്ര്യം. ആ വിഷയത്തെക്കുറിച്ചാണ്. അത് നമ്മുടെ KN കുഞ്ഞഹമ്മദാണ് ആ വിഷയം അവതരിപ്പിക്കുന്നത്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ നമ്മുടെ പ്രോഗ്രാം ഷെഡ്യൂളിലുണ്ട്.